തമിഴ്നാട്ടിലെ DMK സർക്കാർ സ്റ്റാലിൻ ഗവൺമെന്റ് ഇന്ത്യൻ രൂപയുടെ ലോകമൊട്ടാകെ അറിയപ്പെടുന്ന നമ്മുടെ സിമ്പല് മാറ്റിയിട്ട് പകരം അവിടെ ഒരു തമിഴ് സിമ്പൽ അല്ലെങ്കിൽ തമിഴ് ലെറ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ വലിയ വിവാദം രാജ്യത്തുണ്ടായിരിക്കുകയാണ്. ഈ കാണുന്ന കമന്റുകളെല്ലാം തന്നെ ഈ ഇന്ത്യയുടെ ദേശീയ ബോധത്തിനെതിരായിട്ടുള്ള കമന്റുകളാണ്. ഇൻട്രസ്റ്റിംഗിൽ ഇതിനകത്ത് കുറെ മലയാളികളെയും ഞാൻ കണ്ടു കേട്ടോ. വേഷം മാറി എത്തിയിരിക്കുന്ന മലയാളികളും ഈ കമന്റ് ബോക്സുകളിൽ പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. സോ പലർക്കും ഇന്റർനാഷണൽ സപ്പോർട്ട് വേണം. ഇക്കാര്യത്തിൽ തമിഴന്മാര് ഇന്റർനാഷണൽ സപ്പോർട്ട് നേടണമെന്നാണ്. അതായത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സപ്പോർട്ട് വേണം. ബംഗ്ലാദേശ് മോഡലായിരിക്കും ഉദ്ദേശിക്കുന്നത്. വേറെ ചിലർക്ക് 2 പാർലമെന്റ് മന്ദിരമൊക്കെ വേണമെന്നാണ് പറയുന്നത്. കുറെ പേർക്ക് ഒരു രാജ്യം ഉണ്ടാക്കിയ കൊള്ളാമെന്നും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപകടകരമായ രാഷ്ട്രീയം തന്നെയാണ് ഈ തമിഴ്നാട്ടില് DMK എന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. ഇവർ ഈ തമിഴന്മാര് പറയുന്ന കേട്ടാത്തൊന്നും നമുക്കൊന്നും പ്രാദേശിക ഭാഷയില്ല, ഇവിടെ ഹിന്ദി മാത്രമല്ല ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ മലയാളം സംസാരിക്കുന്നവരുണ്ട്, നമുക്കൊന്നും ഒരു പേടിയും തോന്നുന്നില്ലല്ലോ നമ്മുടെ മലയാളം അങ്ങ് ഇല്ലാതായി പോകുമെന്ന്. ഇവിടെ കേരളത്തിൽ എത്രയോ കാലമായിട്ട് നമ്മൾ ഹിന്ദി പഠിക്കുന്നുണ്ട്, എന്നിട്ട് മലയാളം ഭാഷ എവിടെയെങ്കിലും അങ്ങ് ഇല്ലാണ്ടായോ? മലയാളം ഭാഷയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒരിക്കലും ഹിന്ദി ആയിരുന്നില്ല, ഇംഗ്ലീഷ് ഭാഷയാണ്. മലയാളികൾ ഇവിടെ മംഗ്ലിന്തി സംസാരിക്കുന്നില്ലല്ലോ, മംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഹിന്ദിയും മലയാളവും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഭാഷ ഇവിടെ ആരും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലേ. ഇവിടെ സംസാരിക്കുന്നത് മംഗ്ലീഷാണ്. മലയാള ഭാഷയിലേക്ക് ഹിന്ദിയുടെ കടന്നുവരവല്ല, കൂടുതൽ ഇംഗ്ലീഷാണ് കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഭീഷണി നേരിടുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഇംഗ്ലീഷിൽ നിന്നാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഭാഷ സർവൈവ് ചെയ്യുന്നുണ്ട്. ഈ തമിഴ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകതയാണ് അനാവശ്യമായ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുക. തമിഴ് ദേശീയത, തമിഴ് ഭാഷ, ഇവരിത് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഇത് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ കർണാടകയിലുള്ളവർക്ക് പറഞ്ഞൂടെ? ആന്ധ്രാപ്രദേശുകാർക്ക് പറഞ്ഞൂടെ? ഇന്ത്യയിലുള്ള എല്ലാവർക്കും പറയാം. ഇനി ഇതിനകത്ത് എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രായോഗികമായിട്ട് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദിയാണോ? നരേന്ദ്രമോദി ഹിന്ദിക്കാരനാണോ? നോക്കൂ, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ എടുക്കൂ. ആന്ധ്രാപ്രദേശ് തെലുങ്കു, അരുണാചൽ പ്രദേശില് എനിക്ക് പേര് പറയാൻ അറിയില്ല, ഒരു 3-4 ഭാഷകളുണ്ട്. അസ്സാമില് അസമീസ് എന്ന് പറയുന്ന ഭാഷയുണ്ട്. ബീഹാറില് ഹിന്ദിയുണ്ട്, ഭോജ്പൂരി ഉണ്ട്, പിന്നെ ഉണ്ട് എന്തോ മൈഥിലി സംതിങ്, അങ്ങനെയൊക്കെ വായിക്കൊള്ളാത്ത കുറെ പേരുകളാണ് പലതും. ഒരുപാട് ഭാഷകൾ അവിടെയുണ്ട്. ഛത്തീസ്ഗഡില് ഹിന്ദിയെ കൂടാതെ അവരുടെ പ്രാദേശിക ഭാഷയുമുണ്ട്. ഗോവയില് കൊങ്കണിയുണ്ട്. ഗുജറാത്തിൽ ഗുജറാത്തി എന്ന് പറയുന്ന ഭാഷയുണ്ട്. ഹരിയാനയിൽ ഹരിയാനയുടെ ഒരു ഭാഷയുണ്ട്, ഹിന്ദിയുമുണ്ട്. ഹിമാചൽ പ്രദേശില് അവരുടേതായിട്ടുള്ള ഒരു ഭാഷയുമുണ്ട്, ഹിന്ദിയുമുണ്ട്. ജാർഖണ്ഡില് നാഗ്പൂരി ഉണ്ട്, വേറൊരു ഭാഷയും കൂടെ ഉണ്ട്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പിന്നെ ഹിന്ദിയുമുണ്ട്. കർണാടകയിൽ കന്നഡയുണ്ട്. കേരളത്തിൽ മലയാളമുണ്ട്. മധ്യപ്രദേശിൽ ഹിന്ദിയുണ്ട്. മഹാരാഷ്ട്രയിൽ മറാത്തിയാണ് പ്രധാന ഭാഷ, അവിടെ ഹിന്ദിയുമുണ്ട്. മണിപ്പൂരിൽ അതുപോലെ തന്നെ മണിപ്പൂരി എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. മേഘാലയയിലും 2 ഭാഷയുണ്ട്. മിസോറാമിലും മിസോ എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. നാഗാലാൻഡിലും നാഗാമിസ് അങ്ങനെ ഒരു ഭാഷയുണ്ട്, ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട്. ഒഡീഷയിൽ ഒഡിയ എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. പഞ്ചാബിൽ പഞ്ചാബി എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. രാജസ്ഥാനിലും പ്രാദേശികമായ കുറെ ഭാഷകളുമുണ്ട്, ഹിന്ദിയുമുണ്ട്. സിക്കിമിലും അങ്ങനെ തന്നെ നേപ്പാളി ഭാഷയടക്കം സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഉത്തർപ്രദേശില് ഹിന്ദിയുണ്ട്, അവിടുത്തെ കുറെ ഭോജ്പൂരി ഭാഷയുണ്ട്, പിന്നെ അവിടുത്തെ വേറെയും ചില ഭാഷകളുണ്ട്. ഉത്തരാഖണ്ഡില് ഹിന്ദിയുമുണ്ട്, പ്രാദേശിക ഭാഷകളുണ്ട്. വെസ്റ്റ് ബംഗാളില് ബംഗാളിയാണ്, പക്ഷെ അവർക്ക് ഹിന്ദിയും ഒക്കെ അറിയാം അത്യാവശ്യം. അപ്പൊ ഹിന്ദി ഭാഷ എന്തുകൊണ്ട് രാജ്യത്ത് ഒരു 3ാമത്തെ ഭാഷയായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഭാഷയായതുകൊണ്ടാണ്. 6 കോടി തമിഴന്മാർക്ക് അറിയാവുന്ന പോലെ അല്ല ഹിന്ദി. 50-60 കോടിയിലധികം ആളുകൾക്ക് വളരെ നന്നായിട്ടും, ഒരു ടോട്ടൽ പോപ്പുലേഷൻ ഏതാണ്ട് 100 കോടിയോളം ആളുകൾക്ക് അത്യാവശ്യം നന്നായിട്ടും പറയാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. ഇത് പഠിക്കാൻ പറയുന്നത് കൊണ്ട് എന്താണ് ദോഷമെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ ഒരു ഭാഷയല്ലേ, രാജ്യത്തിന്റെ ദേശീയ ബോധത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയല്ലേ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ കേരളത്തിലും ഇപ്പൊ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടല്ലല്ലോ അവർ ഭരിക്കുന്നത്. അതായത് ഒരു വിഭാഗം മനുഷ്യരുടെ താല്പര്യത്തിനനുസരിച്ചല്ല കേരളത്തിൽ ഭരണം നടക്കുന്നത്. തമിഴ്നാട്ടിൽ DMK ആണ് ഭരിക്കുന്നത്. അവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒന്നും കൂടിയുണ്ട്. എല്ലാ ജനങ്ങളുടെ വോട്ട് നേടിയിട്ടല്ലല്ലോ അവർ ഭരിക്കുന്നത്, അവരെ എതിർക്കുന്ന ഒരു കൂട്ടരും അവിടെയുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് എപ്പോഴും ഭൂരിപക്ഷം തന്നെയല്ലേ നോക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ ഒരു ഭാഷ, നമ്മൾ പൊതുവായിട്ടൊരു ഭാഷ വേണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുമ്പോൾ 4-3-7 പേര് സംസാരിക്കുന്ന ഒരു ഭാഷയാണോ വേണ്ടത്? ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണോ തിരഞ്ഞെടുക്കേണ്ടത്? ആ ഒറ്റ മാനദണ്ഡമാണ് ഹിന്ദി ഭാഷയ്ക്കുള്ളത്. സത്യത്തിൽ നമ്മുടെ പാരമ്പര്യവും ചരിത്രവും സംസ്കാരവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദി ഭാഷ വളരെ പ്രായം കുറഞ്ഞൊരു ഭാഷയാണ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സംസ്കൃതമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് സംസ്കൃതം തിരഞ്ഞെടുക്കാൻ കഴിയാത്തത്?
കൂടുതൽ പേർക്കും അറിയാത്തൊരു ഭാഷയാണ്, അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ സംസ്കൃതം അറിയാവൂ. ഇപ്പൊ മോദി ഗവൺമെന്റ് പറയാണ് സംസ്കൃതം നിങ്ങൾ പ്രധാന ഭാഷയാക്കോ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് പറയാം, എന്ന് വെച്ചാൽ മെജോറിറ്റി ആളുകൾക്കും അറിയില്ല, എല്ലാവരെയും ഇത് പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതൊന്നും ശരിയുമായിട്ടുള്ള കാര്യമല്ല. ഈ ഹിന്ദി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഒരു ഭാഷയായതുകൊണ്ടാണ്. എന്തുകൊണ്ട് തമിഴോ മറ്റൊരു ഭാഷയോ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഭാഷകളുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുരാതനമായ ഭാഷകൾ തന്നെയാണ് ഇന്ത്യയിൽ സംസ്കൃതവും അതുപോലെ തന്നെ തമിഴും. പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഏറ്റവും പഴക്കം ചെന്ന ഭാഷ സംസ്കൃതമാണെന്നാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് തമിഴ് ഭാഷയും അതുപോലെ തന്നെ ഇന്ത്യയിൽ പഴക്കമുള്ളൊരു ഭാഷയായിരുന്നു എന്ന് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ തമിഴ് അല്ലായിരുന്നു അത്. അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് വേറൊരു ടോപ്പിക്കായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നിരുന്നാൽ പോലും അപ്പോൾ സംസ്കൃതം എന്ന് പറയുന്നത് ഏറ്റവും പുരാതന ഭാഷയും അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നമ്മുടെ തമിഴ് ഭാഷയുമാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷ. ചിലപ്പോൾ ഈ പറയുന്ന സംസ്കൃതത്തോടൊപ്പമോ അല്ലെങ്കിൽ സംസ്കൃതത്തെക്കാൾ മുമ്പോ ഉള്ള ഭാഷയായിരുന്നിരിക്കാം തമിഴ് ഭാഷ. അതിനെന്താണ് പ്രശ്നം? ഇപ്പൊ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ ഇന്ത്യയിൽ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്ന പോലും കേൾക്കുന്നില്ല. അത് നമ്മുടെ ഭാഷയല്ലേ? അതെന്തുകൊണ്ടാണ് ആരും മിണ്ടാത്തത്? തമിഴ് നഷ്ടമാകും എന്ന് പറയുമ്പോൾ തമിഴ് ഭാഷ നഷ്ടമാകാതെ നോക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് മറ്റൊരു ഭാഷ, ദേശീയ തലത്തിലൊരു ഭാഷ ഉണ്ടാവുന്നതിനെ തടഞ്ഞുകൊണ്ടല്ല വേണ്ടത്. അങ്ങനെയല്ല വേണ്ടത്. ഇനി തമിഴ് ഭാഷ ഇവർക്ക് ലോകം മൊത്തം പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സാധിക്കില്ലേ? ഇവിടെയുള്ള ഗവൺമെന്റ് വിചാരിച്ചാൽ പറ്റില്ലേ? മറ്റു സ്ഥലങ്ങളിൽ പോയി വിദ്യാലയങ്ങൾ തുടങ്ങുക, അവിടെ തമിഴ് ഭാഷ കൂടി പഠിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇവിടെ അറബി പഠിപ്പിക്കുന്നില്ലേ? അറബി വിദ്യാലയങ്ങൾ ഇവിടെ ഒരുപാടില്ലേ? ഇവിടെ ഇന്ത്യയിൽ അറബി ഭാഷ ഉണ്ടായിട്ടാണോ? പക്ഷെ അവർക്ക് അവരുടെ ഭാഷ ലോകം മൊത്തം പഠിപ്പിക്കണമെന്നുള്ളത് കൊണ്ട് അറബ് ആയിട്ടുള്ള ആൾക്കാർ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ചൈനക്കാർ അവരുടെ ഭാഷ ലോകം മൊത്തം പ്രചരിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസുകാർ അവരുടെ ഭാഷ, ഫ്രഞ്ച് ലാംഗ്വേജ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തമിഴന്മാർക്കും ചെയ്യാം. പക്ഷെ ഇന്ത്യക്കകത്ത് നമുക്കൊരു പൊതുവായ ഒരു ഭാഷ ഉള്ളത് നല്ലതായതുകൊണ്ടാണ്. ഇപ്പൊ ഇന്ത്യയുടെ ഓരോ സ്റ്റേറ്റുകളും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രാദേശിക ഭാഷകളുണ്ട്. ഈ ഭാഷകളുടെയൊക്കെ കാലപ്പഴക്കം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞു സംസ്കൃതം, തമിഴ്, പ്രകൃത് എന്ന് പറഞ്ഞിട്ടൊരു ഭാഷയുണ്ടായിരുന്നു. പ്രകൃത് ഏകദേശം 2500 വർഷം പഴക്കമുള്ള ഭാഷയാണ്. ജൈനന്മാരും ബുദ്ധന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ്. പാലി ഭാഷയുണ്ട്. ഇവിടെ എത്ര പേർക്കറിയാം? തേരാവാദ ബുദ്ധിസത്തിലും ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിലും ഒക്കെ ഉള്ളതാണ്. തെലുങ്കു ഭാഷ 1500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. കന്നഡ ഭാഷ 1500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. മലയാളം 1000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഒഡിയ 1500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഹിന്ദി ഭാഷയ്ക്ക് 1000 വർഷമേ പഴക്കമുള്ളൂ. പക്ഷെ ഹിന്ദി ഭാഷയാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ കൂടി ആ ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞാൽ രാജ്യത്തിന് പൊതുവായ ഒരു ദേശീയ ഭാഷ ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇത് പറയുമ്പോൾ തമിഴന്മാർക്ക് മാത്രമാണ് പ്രശ്നം. ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും നമ്മുടെ ഭാഷയെക്കുറിച്ചൊരു ബോധമില്ലാത്ത പോലെയാണ് ഇവർ ഈ കിടന്ന് തുള്ളുന്നത്. പക്കാ വിഘടനവാദമാണെന്നേ. നമുക്ക് നമ്മുടെ മലയാളം വിലപ്പെട്ടതല്ലേ? നമ്മുടെ ഭാഷ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. ഇവിടെ ഇത്രയും വർഷം ഹിന്ദി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും മലയാളം മറന്നുപോയോ? ഈ ഉത്തരേന്ത്യയിൽ ചില ഭാഷകൾക്ക് വംശനാശം സംഭവിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇതിന് ഹിന്ദി ഭാഷയുമായിട്ട് വളരെ സാമ്യമുള്ളത് കൊണ്ടാണ്. ഇപ്പോ നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുമ്പോൾ മലയാള ഭാഷയ്ക്ക് പല പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ആ പ്രയോഗത്തിന് ശൈലിയും അതിന്റെ ഉച്ചാരണ രീതിയിലും ഒക്കെ വ്യത്യാസം വരും. ഇപ്പൊ കാസർഗോഡുള്ള ഒരു മലയാളി സംസാരിക്കുന്നത് ഇങ്ങ് തിരുവനന്തപുരത്തുള്ള ഒരാളിന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ പറയുന്നത് അവിടെ ഉള്ളവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ പറയുമ്പോൾ എല്ലാം മലയാളമാണ്. ഇതുപോലെ ഉത്തരേന്ത്യയിൽ ഈ ഹിന്ദി ഭാഷയുടെ പല പല വകഭേദങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദി ഭാഷയുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള പല പല പ്രാദേശിക ഭാഷകളുണ്ട്. ഈ ഭാഷകളൊക്കെ തന്നെ പതിയെ പതിയെ അത് ആളുകൾ ഉപയോഗിക്കാതായി. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വളരെ അടുത്തടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ്. സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാതെ അവിടെ നാശം വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. കുറെ ഭാഷകളൊക്കെ ഇല്ലാതെ പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും നഷ്ടം വന്ന സംസ്കൃതമാണ്. ഏറ്റവും പുരാതന ഭാഷകളിലൊന്നും നമുക്ക് ഇന്ന് പലർക്കും അറിയാത്തൊരു ഭാഷയാണ്. ഒരുപാട് പേർക്ക് ഇന്ന് അറിയില്ല. വളരെ വിരളിൽ ഉണ്ടാവുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു ഭാഷയായിട്ട് ഇന്ന് സംസ്കൃതം മാറിയിട്ടുണ്ട്. ആ സംസ്കൃതം പോലെ തമിഴ് അന്യം നിന്ന് പോകരുത് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാം. ഇപ്പോൾ ഉള്ള ഭാഷകൾക്കൊന്നും അതിനുള്ള സാധ്യതയില്ല. ഇപ്പൊ മലയാളം, ഹിന്ദി ഇവിടെ വന്നു എന്ന് പറഞ്ഞ് അന്യം നിന്ന് പോവില്ല. മലയാളവും ഹിന്ദിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിവിടെ സംസാരിക്കാൻ മലയാളം മതി. നമുക്ക് ഹിന്ദിയുടെ ആവശ്യം വരുന്നില്ല. നമ്മൾ ഉത്തരേന്ത്യയിൽ പോയാൽ മാത്രമേ നമുക്ക് ഹിന്ദിയുടെ ആവശ്യം വരുന്നുള്ളൂ. അതുപോലെ തമിഴ്നാട്ടിൽ ഹിന്ദി കൂടി അറിഞ്ഞു എന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ തമിഴ് സംസാരിച്ചാൽ മതിയല്ലോ നമുക്ക്. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ ഇതാ ഞങ്ങളുടെ ഭാഷയെ അങ്ങ് ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞ് അലമുറ ഇട്ട് കൂടുന്നത് മറ്റൊന്നും കൊണ്ടല്ല, വിഘടനവാദമാണ്. ഇവരുടെ ഉദ്ദേശം വളരെ അപകടകരമാണ്. രാജ്യത്തിന് വലിയ ഭീഷണിയാണ്. നമ്മൾ നിസ്സാരമായിട്ട് അതിനെ കാണേണ്ട. ഒരുപക്ഷെ മറ്റു പല ശക്തികളുടെയും ഇടപെടൽ പോലും ഇതിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ തകർക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് മതവും ജാതിയും പറഞ്ഞ് വിഘടിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭാഷ പറഞ്ഞ് വിഘടിപ്പിക്കുക.
കാരണം നമ്മൾ വളരെ വൈവിധ്യമാർന്ന വ്യത്യസ്തമായ സംസ്കാരങ്ങളും ഭാഷകളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണല്ലോ. സത്യത്തിൽ യൂറോപ്പ് എന്ന് പറയുന്നത് പോലെയാണ് ഇന്ത്യ. യൂറോപ്യൻ യൂണിയനിനകത്ത് വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരങ്ങളും രാജ്യങ്ങളുമാണുള്ളത്. എന്നാൽ ഇന്ത്യ എന്ന രാജ്യത്ത് അതുപോലെ വ്യത്യസ്തമായ ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ തമ്മിലടിപ്പിക്കാൻ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊടുത്താൽ മതി. നമുക്ക് അടി കൂടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാസർഗോഡുകാർക്കും തിരുവനന്തപുരംകാർക്കും നമ്മുടെ ഭാഷയാണ് നല്ലതെന്നും പറഞ്ഞ് അടികൂടാം. കോട്ടയംകാർക്കും എറണാകുളംകാർക്കും അടികൂടാം. തൃശ്ശൂരുകാർക്കും എറണാകുളംകാർക്കും അടികൂടാം. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്ക്. കൊച്ചിക്കാർ പറയുന്നു അവരുടേതാണ് ഏറ്റവും വലിയ നഗരമെന്ന്. തിരുവനന്തപുരംകാർ പറയുന്നു അല്ല ഞങ്ങളുടേതാണെന്ന്, ഞങ്ങളുടേതാണ് മികച്ചത്, ഞങ്ങളുടേതാണ് വലുത്. സോഷ്യൽ മീഡിയ പോയ അടി കാണാം നമുക്ക്. അപ്പോൾ ഇവിടെ പ്രാദേശികവാദം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് നമ്മുടെ ഇടയിലുള്ള ഒന്ന് തന്നെയാണ്. അതിനെ മറികടക്കാൻ ദേശീയ ബോധത്തിനും ദേശീയവാദത്തിനും മാത്രമേ സാധിക്കുള്ളൂ. രാജ്യം എന്നതായിരിക്കണം പ്രധാനം. അതിനുശേഷമേ ഭാഷയും പ്രാദേശികമായിട്ടുള്ള നമ്മുടെ നഗരങ്ങളോ സംസ്ഥാനങ്ങളോ അങ്ങനെയൊക്കെ വരാൻ പാടുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പഞ്ചായത്തുകൾക്ക് തമ്മിൽ അടിക്കാം, അല്ലെങ്കിൽ 2 വാർഡുകൾക്ക് തമ്മിൽ അടിക്കാം. എന്തിന് 2 ഗ്രാമങ്ങൾക്ക് തമ്മിൽ അടികൂടാം കാരണങ്ങൾ ഉണ്ടാക്കി. അത് തന്നെയാണ് പണ്ട് ഗോത്ര കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഒറ്റ രാജ്യം എന്ന കോൺസെപ്റ്റും ഒരു ദേശീയ ബോധവും ദേശീയ വികാരവും ഒക്കെ ഉണ്ടാവുന്നത്. അതിനെ തടയിടാനുള്ള ഗൂഢമായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ കാണുന്ന വിഘടനവാദം. പച്ചയ്ക്ക് അതിനെ വിഘടനവാദം എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ടും തമിഴ് വാദം ഇവർ അവസാനിപ്പിക്കുന്നില്ല. തമിഴ് നിങ്ങൾ സ്നേഹിച്ചോ? നിങ്ങൾക്ക് തമിഴ് പോലെ നമുക്ക് മലയാളം വിലപ്പെട്ടതല്ലേ? തെലുങ്കുകാർക്ക് തെലുങ്ക് വിലപ്പെട്ടതല്ലേ? ഇവിടെ ആർക്കും ഇല്ലാത്ത കുഴപ്പം ഇവർക്ക് മാത്രം എന്താണ്? ഇവരെന്തോ പ്രത്യേകിച്ച് എവിടെയെങ്കിലും പൊട്ടിമുളച്ചു വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഈ സംസ്കൃതം എന്ന ഭാഷ എവിടെ പോയി? ഇന്ത്യയിൽ ഏറ്റവും പുരാതനമായ ഭാഷയാണ്. ഇവിടെ സംസ്കൃതമല്ല അടിച്ചേൽപ്പിക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയിലാണ് ഹിന്ദി എന്ന ഭാഷ ഇവിടെ മറ്റുള്ളവർ കൂടി ഒന്ന് പഠിക്കൂ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ദേശീയമായ ഒരു ഐക്യം ഉണ്ടാക്കാൻ സാധിക്കൂ. പണ്ട് കാലത്ത് നടന്നില്ല, ഇനിയെങ്കിലും അതൊക്കെ വേണ്ടേ? ഇതല്ലേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. അല്ല നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ഗുജറാത്തി പഠിപ്പിച്ചാൽ പോരെ എല്ലാവരെയും? മോദിയുടെ താല്പര്യമാണെങ്കിൽ മോദി ഗുജറാത്തി അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ അവര് തമിഴല്ലേ? തമിഴ് സ്വദേശിയല്ലേ? അവർ ഈ മന്ത്രിസഭയിൽ എത്രയോ നാളുകളായിട്ട് ധനകാര്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആളാണ്. ഇതേ മന്ത്രിസഭയിൽ പഞ്ചാബികളും തെലുങ്കന്മാരും മലയാളിയും, സുരേഷ് ഗോപിയും ഉണ്ട്, മലയാളിയല്ലേ? നമ്മുടെ ജോർജ് കുര്യൻ ഉണ്ട്, മലയാളിയല്ലേ? BJP എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ നേതാക്കൾ ചേർന്ന് നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലല്ലോ. ഇന്ത്യ ഒട്ടാകെ വേരുകളുള്ള പ്രതിനിധികളുള്ള ഒരു പാർട്ടിയല്ലേ? അപ്പൊ ഇതിനെ ഹിന്ദി എന്ന് പറയുന്നത് എന്തോ അജണ്ടയാണെന്ന് വരുത്തി തീർക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? സെൻസസ് എടുത്ത് നോക്ക്. വല്ലാത്തൊരു കാലമാണിത്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലുള്ള വിഷവിത്തുകളെ നമ്മൾ തിരിച്ചറിയണം. ഇത് രാജ്യത്തിന് വലിയ രീതിയിലുള്ള ആപത്തുണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.